മൂന്നാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തിൽ ഞാൻ മൂന്നാം ക്ലാസ്സില് വെറുതെ ഗായ്സ് നമ്മൾ ബാല്യത്തിരിക്കണം വെള്ളം കുടിച്ചു ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് തരില്ല. അപ്പൊ നമ്മുടെ കയ്യില് ഡോളേഴ്സ് ആണുള്ളത്. ഡോളേഴ്സ് എടുത്ത് പറയണ്ട. നമ്മൾ വെയിറ്റിംഗ് ആണ് ഗായ്സ്, സർപ്രൈസ് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഹാപ്പി ആനിവേഴ്സറി സർപ്രൈസിന് വേണ്ടിട്ട് വന്നിട്ടാണ് നമ്മുടെ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ബാലിയിലാണ് ഉള്ളത്. നമ്മള് ബാലിയില് നമ്മുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിയുടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇവരൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്ക് കട്ട് ചെയ്തു, പിന്നെ സീ ഫുഡ്, ചിക്കൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് ബാലിയിൽ എത്തിയത്. രാവിലെ അല്ലേ രാമൂട്ട, ഉച്ചയ്ക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് കഴിച്ചു തീർക്കാം. നിങ്ങൾ കണ്ടിട്ട് വാ. ബൈ. അപ്പൊ ഗൈസ് അതാ ഞങ്ങൾ മുടിയൊക്കെ സെറ്റ് ചെയ്തു. ഇതാ രാമുണ്ട് മുടി നോക്കൂ. ഞങ്ങൾ രണ്ടാളും മുടി മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ മുടി സെറ്റ് ചെയ്തു. ഇനി വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അത് ഗൈസ് നമ്മുടെ കുറെ വർഷത്തെ ആഗ്രഹമാണ് സാധിക്കാൻ പോകുന്നത്. എന്റെ 3ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ്. എന്റെ 3ാം ക്ലാസ്സിലെ പാടാവലിയിലുള്ള മലയാള ടെക്സ്റ്റ് ബുക്ക് എനിക്കിത് ഭയങ്കര അച്ചീവ്മെന്റ് ആയി തോന്നുന്നു ഗൈസ്. കാരണം 3ാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തിൽ ഞാൻ ബാലി യാത്രാ വിവരണം വായിച്ചപ്പോ മുതൽ എനിക്ക് ആഗ്രഹമാണ് ആ സ്ഥലത്തൊന്ന് പോയാൽ കൊള്ളാന്ന്. സോ അത് ഞങ്ങളുടെ 2ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ ഞങ്ങൾ പോകുന്നത് അറിയുമ്പോൾ അപ്പൊ ഡയലോഗ് അടിക്കാൻ ഒരുപാട് സമയമില്ല. അപ്പൊ നമ്മൾ വേഗം പോയി റെഡി ആയിട്ട് എയർപോർട്ടിൽ പോട്ടെ. ഒന്നാമതേ ലേറ്റ് ആണ് എല്ലാം പറയണ്ടല്ലേ. നമ്മളുടെ ഫ്ലൈറ്റ് 11:50 രാമൂട്ട, അല്ല 12:30 12:30. സോ ഞാനൊരു ചോക്ലേറ്റ് ലാവ കേക്കും രാമൂട്ടൊരു ബർഗറും കഴിക്കുന്നുണ്ട് ഗൈസ്. 11:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. 11:30 11:20 ഗേറ്റ് ക്ലോസ് ചെയ്യും. അയാൾ കഴിച്ചോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ്. വേറെ ഒരാൾ പോലും നേരത്തെ ടീംസ് ഒരൊറ്റ ഒരാളില്ല. ഗൈസ് അങ്ങനെ നമ്മൾ കോലാലംപൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മലേഷ്യയിലെത്തി. കോലാലംപൂരിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ടൈം എത്ര മണിക്കൂറുണ്ട്? ഏകദേശം 4-5 മണിക്കൂറുണ്ട്. അതായത് 1 മണി വരെ നമ്മളിവിടെ നിൽക്കണം. അപ്പോ അതെ, ഇവിടെ ഇപ്പൊ സമയം 8:05 AM, നാട്ടിലത്തെ 5:45 അല്ലേ? 6 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 1 മണി വരെ എന്ത് ചെയ്യും രാമൂട്ട? തിന്നു. അതെ, അത് ശരി. നല്ല വിശക്കുന്നുണ്ട്. അതിന്റെ പൊന്നോ, ഒന്നും കിട്ടിയില്ല. ഒരു വെള്ളം പോലും കിട്ടിയില്ല. ഞങ്ങളുടെ $1 മാത്രമേ ഉണ്ടായുള്ളൂ, പൈസ ഒന്നും ഉണ്ടായില്ല ട്ടാ. എന്നിട്ട് ഒരു വെള്ളം കുപ്പിക്ക് ഈ രാമൂട്ടനില്ലേ $10 എടുത്ത്. പിന്നെന്താ ചെയ്യണ്ടേ? പക്ഷെ ഭാഗ്യത്തിന് രാമൂട്ടന്റെ ഇതാണ് പഴയ പാന്റ് എടുത്ത് നടക്കണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പഴയ പാന്റിനകത്ത് വെള്ളത്തിന് 50 രൂപ. 50 രൂപ കറക്റ്റ് 50 രൂപയായിരുന്നു വെള്ളത്തിന്. ഒരു കുപ്പി വെള്ളക്കുപ്പി എടുത്ത് കണ്ട 50 രൂപയ്ക്ക് അതുകൊണ്ട് ഒരു വെള്ളം കുപ്പി 50 രൂപക്ക് കിട്ടിയ വെള്ളക്കുപ്പിയായിരുന്നു ഗൈസ്. അങ്ങനെ പണി കിട്ടി. ഗൈസ്, അപ്പൊ അതാണ് സീൻ. കാരണം പ്ലാൻ ആയിരുന്നു ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യ ഇത്രയും ടൈം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മലേഷ്യക്ക് ഒന്ന് കണ്ട് കറങ്ങി
റൗണ്ടൊക്കെ അടിച്ച് വരാന്ന് വിചാരിച്ചാ ഫോട്ടോസ് ഒക്കെ എന്തെങ്കിലും മലേഷ്യ എന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ട്വിൻ ടവർ ഇവിടെ അല്ലേ ടവറൊക്കെ എവിടെയോ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചാൽ ഏകദേശം 6 മണിക്കൂർ എടുക്കുമല്ലോ ഇമിഗ്രേഷൻ കഴിയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ബിഗ് ക്യൂ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ 4 മണിക്കൂറേ ഉള്ളൂ ഞങ്ങളുടെ ഫ്ലൈറ്റിന്. അതിന് ഉള്ളിൽ നടക്കത്തില്ല. അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റില്ല. പുറത്തു പോയാൽ ഇവിടെ തന്നെ കഴിയേണ്ട വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാ മലേഷ്യ കാണണ്ട, അതിന് അടുത്ത വരവിന് കാണാമെന്ന് വിചാരിച്ചു. കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് മലേഷ്യയിലത്തെ എയർപോർട്ടുകൾ കാണിച്ചു തരാം. നമുക്ക് എയർപോർട്ട് ടൂർ നടത്താം. ആദ്യമായിട്ടാണല്ലോ എയർപോർട്ട് കാണുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പൊ നമ്മുടെ കയ്യില് ഡോളേഴ്സ് ആണുള്ളത്. ഈ ഇടക്കിടക്ക് നീ ഡോളേഴ്സ് എടുത്ത് പറയണ്ട. അല്ലേ അതല്ലേ ഉള്ളത്, മാറ്റിയില്ലെങ്കിൽ ഒന്നും തിന്നാൻ കിട്ടുമെന്ന് പറയാൻ പോകുന്നത്. സോ നമ്മളത് മാറ്റാൻ നമ്മൾ ബാലി റുപ്പയാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ നടക്കൂലല്ലോ. ഞങ്ങൾ ഇവിടത്തെ ബർഗർ കിങ്ങിൽ വന്ന് ബർഗർ കഴിച്ചാലോ എന്നുള്ളൊരു പ്ലാനിൽ നോക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. സോ ഞങ്ങൾ അത്യാവശ്യം ഫുഡിന്റെ റേറ്റ്സ് ഒക്കെ നോക്കിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാന്നാണ് വിചാരിക്കുന്ന കറൻസി. കടകൾ മൊത്തം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കറൻസി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന്. സോ റിഗറ്റ്സിലേക്ക് ഞങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ശരിക്കും പുറത്തു പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, അത് പോകാൻ പറ്റാത്തതിന്റെ നല്ല വിഷമം എനിക്കുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബർഗർ വാങ്ങിച്ചു. നമുക്കിനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് കാണാം. അയ്യോ എന്തോ തണുപ്പ്, എല്ലായിടത്തും എന്തൊരു തണുപ്പാണത്. അപ്പൊ നമ്മള് ബാലിയിലേക്ക് പോകാനായിട്ട് ചെക്ക് ഇൻ ചെയ്തു. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 12:30 ആകുമ്പോ ടേക്ക് ഓഫ് ചെയ്യല്ലേ. ഇല്ല ശരിക്കും നമ്മൾ ഈ ടൈം ഒരു ഇതില്ലേ വിശക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നോടെ തന്നെ ബർഗർ കഴിച്ച് വിശക്കുന്നുണ്ടോന്ന്. വിശപ്പില്ലാത്ത പോലെ അല്ല, രാവിലെ എനിക്ക് വന്നപ്പോ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ ബർഗർ കഴിച്ചു. കറൻസി ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അതൊരു ടാസ്ക് തന്നെയായിരുന്നു. ഞങ്ങൾ ലോഞ്ചിൽ പോയി കിടന്നുറങ്ങി കുറച്ചേരം. ഒരു മസാജ് ചെയറിലുണ്ടായിരുന്നേ. മസാജ് ചെയറിൽ ഒരാളെ മസാജ് ചെയ്യുന്നില്ല, എല്ലാരും അതിൽ കിടന്നുറങ്ങിയത്. ഞാൻ ഫുള്ളാ, എല്ലാത്തിലും ഫുള്ള് ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാരും അതിൽ കിടന്നുറങ്ങിയാലും മസാജ് ചിലപ്പോ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞപ്പോ എല്ലാരും അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അതായിരിക്കും കാര്യം. നമ്മളും കിടന്നുറങ്ങി, കുറെ നേരം ഉറങ്ങിയത്, കുറച്ചു നേരം അത്യാവശ്യം. പക്ഷെ ഒട്ടും ഞാൻ ഉറങ്ങിയില്ലായിരുന്നു ഫ്ലൈറ്റിൽ വെച്ചിട്ട്. അതുകൊണ്ട് ആ ഒരു ക്ഷീണം ഞാൻ അങ്ങോട്ട് തീർത്ത്. മലേഷ്യ കാണാൻ പറ്റാത്തതിന്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. പക്ഷെ സാരമില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വന്ന് കാണുന്നതായിരിക്കും. നമ്മൾ മലേഷ്യ വന്നിറങ്ങിയപ്പോ ഭയങ്കര മഴ. ഞങ്ങള് വിചാരിച്ചത് എന്താ നാടാ, ഭയങ്കര മഴ. പിന്നെ കുഴപ്പമില്ല, നമ്മളതിന്റെ അകത്ത് തന്നെയാണല്ലോ, ഇറങ്ങാൻ പറ്റിയില്ല പുറത്തേക്ക്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ തന്നെ എടുക്കുമല്ലോ. വളരെ വലിയൊരു ഫ്ലൈറ്റ് ആണ് ഗൈസ്. അതെ, പേര് വായിക്കാൻ പറ്റില്ലല്ലോ. ഗായ്സ് നമ്മൾ ബാലി എത്തിയിരിക്കണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കൂട്ടോ. 3ാം ക്ലാസ്സിന്റെ കഥ പറ. അത് ഞാൻ ഇപ്പോഴും പറയും. ഞാൻ 3ാം ക്ലാസ്സില്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇപ്പൊ സമയം ഇവിടെ എത്ര മണിയായി? 3 മണിയായല്ലേ? 4 മണി, വൈകിട്ട് 4 മണിയാണ്. നമ്മുടെ വീട്ടിലത്തെ 1:30 ആയിട്ടുണ്ടാവും അല്ലെ? 4:30. അപ്പൊ നമ്മുടെ ഇനി എന്താണ് പരിപാടി എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് കൊതിയായി.
എന്തോ കാര്യായിട്ട് തപ്പി പിടിച്ച് കൊണ്ടുവന്ന പോലെ പറയുന്നത് വാലിനെ പറ്റിട്ട്. നമ്മളൊന്നും തപ്പിപ്പിടിച്ച് വരേണ്ട ആവശ്യമില്ല. പോട്ടെ. എവിടെ നമ്മളെയും കാത്ത ആരോ നിക്കുന്നു പറഞ്ഞിട്ട്? പുറത്താ. എന്നിപ്പോ നമ്മൾ അകത്താ. നമ്മളെ കാത്ത ആരോ പുറത്ത് നിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആരാണെന്ന് ഇവിടെയൊക്കെ പേര് ഒട്ടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ. അനുപ്രസാദ് വൃന്ദ. താങ്ക് യു. ഹായ്. I'm Rebecca. ഓ ഹായ്. You agent tell you that I will be receive you? No, they didn't told that. Like they were told like one person is waiting here. Because the site was really small, the writing. I'm thinking you will be welcome to Bali. Thank nice you. to meet you. Nice to meet you too. Welcome to Bali. Nice to meet you. Okay. I need to take picture. Sure. Guys, അപ്പൊ ദാ നമ്മുടെ ഗാർലാൻഡൊക്കെ ഇട്ട് പൂമാലയൊക്കെ ഇട്ട് നമ്മളിതാ ഹോട്ടലിലേക്ക് പോവാണ്. നമുക്ക് നല്ല അടിപൊളി വെൽക്കമിങ് ആട്ടോ കിട്ടിയത്. അതെ. അപ്പൊ നമ്മള് ഇനി റിസോർട്ടിലെത്തിയിട്ട് എന്താണ് അവിടുത്തെ സംഭവങ്ങൾ നോക്കാം. സർപ്രൈസ് അതെ. അപ്പോ നമുക്ക് അതിനെ കുറിച്ച് ഏതാണ് ആ സർപ്രൈസ് എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടറിയാം. അപ്പൊ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് മാലൂരിയാ? എന്റെ മലൂരി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ നമ്മുടെ എന്തൊക്കെ കഴിഞ്ഞപ്പോ ആക്ച്വലി നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കൂട്ടുന്നു, ഹോട്ടലെന്ന് പറഞ്ഞ് കൊണ്ടാക്കുന്നു. പക്ഷെ ഇന്നലെ ഉറങ്ങാത്തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നു. ആണല്ലേ? ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് പോണം. നാളെ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. നല്ല. അപ്പൊ ഗായ്സ് നമ്മളുടെ ആ റൂമിലെത്തി. അപ്പോൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഇതാ നമ്മുടെ ബെഡൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈസ്. വേഗം റെഡിയാവ്. സർപ്രൈസ്. ലെറ്റ്സ് ഗോ ഫോർ ദി സർപ്രൈസ്. പറഞ്ഞിട്ട് പോയാ മതിയാ. അപ്പൊ 1 hourനുള്ളിൽ റെഡിയാകാൻ പറഞ്ഞേക്കാണ്. അപ്പോ എന്താണ് സർപ്രൈസ് എന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾക്ക് വേഗം റെഡിയാവട്ടെ. അപ്പൊ ഗൈസ് നമ്മളിതാ നമ്മുടെ സർപ്രൈസിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണെന്ന് തോന്നുന്നു. വൗ നൈസ്. സോ ഗൈസ് അപ്പോൾ നമുക്ക് കിട്ടിയ സർപ്രൈസ് എന്ന് പറഞ്ഞത് ഒരു ഡിന്നർ ഡേറ്റ് ആണ്. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു ലൈവ് ബാൻഡ് പ്ലേ ചെയ്യുന്നുണ്ട്. അതെ, ഫയർ വർക്ക്സ് ഉണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. കാണിച്ചു തരാം.